ഏവർക്കും ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതുവത്സരാശംസകൾ. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാമായിട്ട് 2024 നമ്മിൽ നിന്നും വിട പറഞ്ഞു. അങ്ങനെ 2025 നമുക്ക് ഓരോ ദിനങ്ങളും ദൈവാനുഗ്രഹവും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 2025 ആദ്യത്തെ ദിവസം ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ചെയ്യുകയാണ്. ഇത്രയും നാളും ഇവിടെ നിന്ന് ഈ പറയാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. അതിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സോഫ്റ്റ് സെമി സിൽക്ക് സാരിയാണ്. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഈ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ താഴ്ഭാഗത്തും ഹാഫായിട്ട് ഈ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പല്ലു ആണെങ്കിൽ ഉണ്ടോ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഡോട്ട്സ് സെൽഫായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ റേറ്റ് 1109 ആണ്. ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, ഫുള്ളായിട്ടും വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഡാസിൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ ഹാഫായിട്ട് തന്നെ ഈ വർക്ക് ഇങ്ങനെ ഹാഫായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് 1 ഫ്ലീറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സീത്രൂ അല്ല. അതുപോലെ ബോഡി പാർട്ടിലേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും ഇതിൻ്റെ വർക്ക് ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ്. ഇതൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ കളർ വന്നിരിക്കുന്നത്. ഇതിലുള്ള എംബ്രോയ്ഡറി വർക്ക് വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. ഇതുണ്ടോ ബാക്ക് ഫുള്ളായിട്ടുമുണ്ട്. ബോഡി പാർട്ടിൽ ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഭാഗത്തേക്കുള്ള വർക്ക് വരുന്നത്. നമുക്ക് ഇത് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ വലിയ ചെറിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. റേറ്റും 1109. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ പല്ലുവും ഇങ്ങനെ തന്നെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ബോഡി പാർട്ട് അതുപോലെ തന്നെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അതേ സാരിയുടെ വർക്കുകൾ തന്നെയാണ്. എല്ലാം കളറിൽ മാത്രമേ മാറ്റമുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വർക്ക്. ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 1109. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക്. ശരിക്കും ഇതിൽ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. കാരണം കളറുകളും അതുപോലെ വർക്കുകളും ആർക്കും മാറിപ്പോകണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു എംബ്രോയ്ഡറി വർക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ വേണ്ട ഹാഫായിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്ഭാഗത്തെ വർക്കും ഫുള്ളായിട്ട് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ്. ഇങ്ങനെ താഴ്ഭാഗത്ത് വേണ്ട ഫുള്ളായിട്ടും ഈ വർക്കുകൾ വരുന്നുണ്ട്. ഇത് ഒരു ഒണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരും കേട്ടോ ഈ കളറ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഡാസിൽസും അറ്റാച്ച് ചെയ്ത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ്. പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ തന്നെ വരുന്നു. അതുപോലെ ഈ ഭാഗത്ത് താഴ്ഭാഗത്തെ വർക്കാണിത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ഹാഫായിട്ട് ഇങ്ങോട്ട് പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും ഈ വർക്ക് വരുന്നു. റേറ്റ് 1109. ഇതിന് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.